Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്യുപ്മെന്റുകളെ പരിചയപ്പെട്ടായിരുന്നു അല്ലെ. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നെബുലൈസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാറിംഗോസ്കോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ലാറിംഗോസ്കോപ്പ് വരെയാണെന്ന് തോന്നുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്താണ് ലാറിംഗോസ്കോപ്പി? അതിനുപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കഴുത്തിലെ അല്ലെ, നമ്മുടെ തൊണ്ടയിലെ വോക്കൽ കോഡിന് എന്തെങ്കിലും നൊഡ്യൂൾസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥികളിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിലോ അത് നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റിന്റെ പേരാണെന്ത്? ലാറിംഗോസ്കോപ്പ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡൗട്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ക്ലിയർ ആവാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്നാ കണ്ടിന്യൂ ചെയ്തോട്ടെ, പറഞ്ഞു തുടങ്ങിക്കോട്ടെ ഞാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പ് ആണ് കേട്ടോ. ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ബ്രോങ്കോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എന്ത്? ബ്രോങ്കോസ്കോപ്പ് കേട്ടോ. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് പേരിൽ തന്നെ ഉണ്ട്. ബ്രോങ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അതായത് നമ്മുടെ ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലങ്സിലെ എയർവേയിലേക്ക് എന്ത് ചെയ്യും? ഒരു ട്യൂബ് കടത്തിവിടും. ഓക്കെ, അതാണെന്ത്? ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. നമ്മുടെ ലങ്സിന്, ശ്വാസകോശത്തിന് അല്ലെങ്കിൽ ശ്വാസനാളത്തില് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എയർവേസിലേക്ക്, അതായത് വായു അറകൾ, ശ്വാസനാളത്തിന് ചുറ്റുമുള്ള വായു അറകളിലേക്ക് ഒരു ട്യൂബ് കടത്തിവിടുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണെന്ത്? ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണെന്ത്? ബ്രോങ്കോസ്കോപ്പി. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലങ്സിലെ ഇൻഫെക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പിന്റെ ഹെൽപ്പ് നമ്മൾ തേടുന്നത്. മീൻസ് ഡോക്ടർമാര് അത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് മോണിറ്ററിങ് എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് കാണാം അല്ലെ ഓരോ കാര്യങ്ങൾ. ഇപ്പോ രോഗിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അയാളുടെ പൾസ് റേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നത്, ആദ്യം വരുന്നത് പൾസ് ഓക്സിമീറ്റർ ആണ്. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചിരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ ടൈം ആയിരുന്നു അല്ലെ. ആളുകൾക്ക് കൊറോണ ഒക്കെ വരുമ്പോൾ ആളുകളുടെ പൾസ് റേറ്റ്, മീൻസ് അതായത് ഓക്സിജൻ ലെവല് എന്താണ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അല്ലെ, നമ്മുടെ ഓക്സിജൻ ലെവൽ, നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ചൂണ്ടുവിരലിടയിലായിട്ട് ഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ ചൂണ്ടുവിരലിടയിൽ ഘടിപ്പിക്കുമ്പോൾ അത് ചെറിയ സ്ക്രീൻ ഉണ്ട് അല്ലെ, അതിനകത്ത് നമ്മുടെ ഓക്സിജൻ ലെവല് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓക്സിജൻ ലെവലിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അത് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ECG മെഷീൻ. ഇതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹാർട്ട് വേരിയേഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ECG മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോണിറ്ററിംഗ് ഡിവൈസിൽ വരുന്നതാണ്
പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, കാർഡിയാക് മോണിറ്റർ ഉണ്ട്, അതുകൂടാതെ ECG മെഷീൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കിയേ, ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാല് ആദ്യം വരുന്നത് IV സെറ്റ് ആണ്. ഓക്കെ, IV സെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് IV സെറ്റ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ IV സെറ്റ്? അറിയായിരിക്കുമല്ലോ. IV സെറ്റ് ഇതുവരെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഇല്ല. അതായത് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാ? IV സെറ്റ് അല്ലെ, കാനുവലൊക്കെ കുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും എന്താണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? അതായത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ് കൂടുതൽ ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? സൂചി കുത്തിയിട്ട് എന്ത് ചെയ്യും? ആ ഒരു പ്രത്യേക ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ സാധനം ഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു വെക്കും അല്ലെ, ആ ഒരു സംഭവം വെച്ച് ഒട്ടിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇത് തുറന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ കയറ്റുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളുക. IV സെറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻട്രാവെനസ് എന്നാണ് കേട്ടോ. ഇൻട്രാവീനസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഇതൊന്ന് എഴുതിയെടുക്കുക. ഒരു ഷോർട്ട് ആയിട്ടൊന്ന് എഴുതാനുണ്ട്. IV സെറ്റിൽ നിന്ന് സബ് ഹെഡിങ് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക. IV സെറ്റ് കേട്ടോ. IV സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രാവീനസ്. സ്പെല്ലിംഗ് പറഞ്ഞു തരാം. INTRA ഇൻട്രാവീനസ്. VENOUS ഇൻട്രാവീനസ്. ഓക്കെ, IV സെറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാല് ഇൻട്രാവീനസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരിക. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ആൻഡ് IV സെറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ്. An IV set is a medical device. An IV set is a medical device. It helps. ഇത് സഹായിക്കുന്നു. ആരെയാണ് സഹായിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഡെലിവർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കേട്ടോ? ഡെലിവർ ഫ്ലൂയിഡ്സ്. FLUIDS ഫ്ലൂയിഡ്സ്, കോമ മെഡിക്കേഷൻസ് or nutrients 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 directly into a person's bloodstream. Directly into a person's or patients എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. രോഗികളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ ഉള്ളിലേക്ക്, അവരുടെ ആ ഒരു രക്തത്തിന്റെ ഉള്ളിലേക്ക് എന്താണ് മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ്, ന്യൂട്രിയൻസ്, ഇതൊക്കെ എന്താണ് അകത്തേക്ക് എന്താണ് കയറാൻ വേണ്ടിയിട്ടാണ് ഈ IV സെറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. പേഴ്സൺസ് ബ്ലഡ് സ്ട്രീം. ഞാൻ ഒന്നും കൂടി വായിക്കാം. IV stands for intravenous. An IV set is a medical device. It helps healthcare professionals deliver fluids, medications or nutrients directly into a person's bloodstream. Okay, IV set എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇൻട്രാവീനസ് കേട്ടോ. INTRAVENOUS ഇൻട്രാവീനസ്, അതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രക്കിയോസ്റ്റമി ആണ്. ഓക്കെ, ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്താണ് ആ പ്രൊസീജിയർ എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ നെക്കിന്റെ, അതായത് ഈ ഒരു നെക്ക്, കഴുത്തിന്റെ ഒരു ഭാഗത്ത് ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഓക്കെ, ട്രക്കിയ. ഈ ഒരു ഭാഗത്ത് ഒരു ഹോൾ ഇടും. ഓക്കെ, ഒരു ഹോൾ ഇട്ടിട്ട് വിൻഡ് പൈപ്പ്, ഓക്കെ, ഒരു പൈപ്പ് എന്ത് ചെയ്യും? അതിലൂടെ ഉള്ളിലോട്ട് കയറ്റും. ഓക്കെ, ഈ ഒരു പൈപ്പിലൂടെ രോഗിക്ക് ഓക്സിജൻ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നത്? അതായത്
ഇപ്പൊ ദീർഘകാലമായിട്ട് ലോങ് ടേം ആയിട്ട് വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾ ഉണ്ടാവും അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തനിയെ ശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് എന്ത് വേണം, അപ്പോ ഓക്സിജൻ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്കാണ് എന്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് കേട്ടോ. വെന്റിലേറ്റർ ആയിട്ടുള്ള രോഗികൾക്ക് എന്താണ് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത്. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മുടെ നെക്കിൽ എന്തുണ്ട്, ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ ഒരു ഹോൾ ഇടും. ഈ ഹോൾ ഇട്ടിട്ട് വിൻഡ് പൈപ്പ്, ഒരു പ്രത്യേക പൈപ്പിലൂടെ എന്ത് ചെയ്യും, ഓക്സിജൻ സപ്പോർട്ട് രോഗിക്ക് കൊടുക്കും. ഇതിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രക്കിയോസ്റ്റമി ക്ലിയർ ആണോ? ക്ലിയർ? ട്രക്കിയോസ്റ്റമി. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെന്റ് ട്രോളി ആണ്. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം എന്താ ഇൻസ്ട്രുമെന്റ് ട്രോളി. അതായത് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് വേണ്ടി വരുന്ന ഹോസ്പിറ്റലിന് ആവശ്യമുള്ള എക്യുപ്മെന്റുകൾ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്, മൂവ് ചെയ്യിപ്പിക്കുന്നത് ട്രോളി മുഖേനയാണ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ നഴ്സുമാരൊക്കെ നമ്മുടെ അടുത്ത മരുന്നുകളുമായി വരുമ്പോൾ ഒരു കയ്യിൽ പിടിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്, പകരം എങ്ങനെയാ വരുന്നത്, ട്രോളി ഉണ്ടാവുമല്ലോ അവരുടെ കയ്യില്. അതായത് മരുന്നുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഇതുണ്ടാവും, ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാകും. അതിലാണ് എന്ത് കൊണ്ടുവരുന്നത്, മരുന്നുകളൊക്കെ നമുക്ക് നൽകുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നഴ്സുമാർ അല്ലെങ്കിൽ അറ്റൻഡർമാരൊക്കെ വരുന്നത് എന്തുമായിട്ട്, ഈ ട്രോളിയുമായിട്ടാണ് വരുന്നത്. ആ ട്രോളിയിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തിൽ വരുന്നത്, ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞു, IV സെറ്റ് പറഞ്ഞു. IV സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചക്ഷനും അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്താണ് എത്താൻ വേണ്ടിയിട്ട് IV സെറ്റ് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, അതകത്തേക്ക് നമ്മൾക്ക് തരുന്നത് അല്ലെ. രണ്ടാമത് ട്രക്കിയോസ്റ്റമി ആണ്. ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് വളരെ കാലം വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത്. നമ്മുടെ കഴുത്തില്, നമ്മുടെ നെക്കില് ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ ഒരു ഹോൾ ഇടും. ആദ്യം ഹോൾ ഇട്ടിട്ട് വിൻഡ് പൈപ്പിലൂടെ ഒരു പൈപ്പ് അകത്തേക്ക് ഘടിപ്പിക്കും. ആ പൈപ്പിലൂടെ എന്ത് ചെയ്യും, ഓക്സിജൻ സപ്പോർട്ട് രോഗിക്ക് കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത് കേട്ടോ. ഏതുതരം രോഗികൾക്കാണ് ഇത് കൊടുക്കാന്ന് വെച്ചാല് ദീർഘകാലം വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്കാണ് ഇത് കൊടുക്കുക. ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് കോമയിലാകുന്ന രോഗികൾ ഉണ്ടാവും, അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രക്കിയോസ്റ്റമി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞു. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് BP അപ്പാരറ്റസ് ഉണ്ട്, എൻഡോസ്കോപ്പ് ഉണ്ട്. BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്. എൻഡോസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്, എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇനി പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിലാണ് വരുന്നത്. നെക്സ്റ്റ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്, അതിൽ വരുന്നതാണ് നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഇനി മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാല്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് പൾസ് ഓക്സിമീറ്റർ വരും, കാർഡിയാക് മോണിറ്റർ വരും, ECG മെഷീൻ വരും കേട്ടോ. ഇൻസ്ട്രുമെന്റിൽ വരുന്നത് IV സെറ്റ് വരുന്നുണ്ട്, ട്രക്കിയോസ്റ്റമി വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളിയും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ടേബിൾ ക്ലിയർ ആയോ? ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റില് ഏതൊക്കെ ഉപകരണങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് വരുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ തെറാപ്യൂട്ടിക് എന്താണ് പറയാ എക്യുപ്മെന്റിൽ ഉൾപ്പെടാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മോണിറ്ററിംഗ് എക്യുപ്മെന്റിൽ ഉൾപ്പെടാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് എന്താണ് മോണിറ്ററിംഗിൽ ഒരു 3 ഓപ്ഷൻ കൊടുക്കും. 4ാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത് തെറാപ്യൂട്ടിക്കിലായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരിക. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ലാറിംഗോസ്കോപ്പി അറിഞ്ഞിരിക്കുക, ബ്രോങ്കോസ്കോപ്പി എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ട്രക്കിയോസ്റ്റമി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അതായത് സംശയമുള്ള കാര്യങ്ങള് ആ ഒരു ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി ആണ്. എന്തൊക്കെയാണ് ഒ പി ഡിയുടെ ഫങ്ഷൻസ്? ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കടമകളാണ് ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് ആംബുലേറ്ററി ബേസിസില് രോഗിക്ക് നേരത്തെയുള്ള പരിചരണം, മീൻസ് നേരത്തെയുള്ള രോഗനിർണയം, രോഗശാന്തി, അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങള്, രോഗിയെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആര് നടത്തുന്നുണ്ട്? ഒ പി ഡി നടത്തുന്നുണ്ട്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്നാണ് കേട്ടോ അർത്ഥം വരിക. അതായത് പുറത്തുനിന്നുള്ള രോഗികൾ ഹോസ്പിറ്റലിൽ വരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആര് കൊടുക്കുന്നുണ്ട്? ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? അതായത് ഇയർലി ഡയഗ്നോസിസ്, വരുന്ന രോഗികൾക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു, അല്ലെ, ഡയഗ്നോസിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രോഗം കണ്ടെത്തി കഴിഞ്ഞാല് ക്യൂറേറ്റീവ്, രോഗശാന്തി അവർക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് പ്രിവെന്റീവ്, അതായത് രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ റിഹാബിലിറ്റേറ്റീവ്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള, മീൻസ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ പഴയ അവസ്ഥയിലാക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒ പി ഡി ചെയ്യുന്നുണ്ട്. അപ്പോ പുറത്തുനിന്ന് വരുന്ന രോഗികളെ ശരിയായ രീതിയിൽ അവരുടെ രോഗം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ റിഹാബിലിറ്റേറ്റീവ് ചെയ്ത് നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ആർക്കുള്ളത്? ഒ പി ഡി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. ഓക്കെ. രണ്ടാമത്തേത് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണെന്ത് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആര് കൊടുക്കുന്നുണ്ട്? ഒ പി ഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ആംബുലേറ്ററി ബേസിസ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് 2 സെന്റൻസിൽ ഒന്ന് എഴുതിയെടുത്തേ, ഞാൻ പറഞ്ഞുതരാം. ആംബുലേറ്ററി ബേസിസ് കേട്ടോ. മെഡിക്കൽ സർവീസ് പെർഫോംഡ് ഓൺ ആൻ outpatient basis. Medical service performed on an outpatient basis. Without admission to a hospital or other facility. Without admission to a hospital or other facility. ഒന്നുകൂടി പറയാം. Ambulatory basis, medical service performed on an outpatient basis without admission to a hospital or other facility. Okay. So എന്താ പറയാ, ആംബുലേറ്ററി പുറത്തുനിന്നുള്ള രോഗികൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ, അതായത് അഡ്മിറ്റ് ആകാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആംബുലേറ്ററി ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. അതായത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? അല്ലെ, അതായത് അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? നമ്മളെ നേരെ ഒരു റൂമിലോട്ട് കൊണ്ടുപോകും, അല്ലെ, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ പൾസ് റേറ്റ് നോക്കുക, അതുകൂടാതെ നമ്മുടെ എന്താ പറയാ കണ്ണ്, നമ്മുടെ ഐ എക്സാംസ്, നമുക്ക് എന്താണ് നല്ല രീതിയിൽ വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? സ്ക്രീനിങ്ങില് വരുന്നതാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ സ്ക്രീനിങ് എന്ന് പറയുമ്പോ എന്താണ്? രോഗിയെ നമ്മൾ, അതായത് ഡോക്ടറെ നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ നമ്മുടെ പൾസ് റേറ്റ് നോക്കുന്നതും, അതുപോലെ നമ്മുടെ ഐ എക്സാം നടത്തുന്നതും ഒക്കെ എന്തിൽ വരുന്നതാണ്? സ്ക്രീനിങ്ങില് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിയെടുക്കുക, സ്ക്രീനിങ്. ഓക്കെ, സ്ക്രീനിങ് ആണ് പറയുന്നത്. സ്ക്രീനിങ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. റെഗുലർ ഫിസിക്കൽ എക്സാംസ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് regular physical exam. It includes body weight, blood pressure, cholesterol,
ആൻഡ് ഐ എക്സാംസ് സ്ക്രീനിങ് എന്ന് പറയുന്നത് റെഗുലർ ഫിസിക്കൽ എക്സാം ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോഡി വെയ്റ്റ്. റെഗുലർ ഫിസിക്കൽ എക്സാം ആണ് സ്ക്രീനിങ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോഡി വെയ്റ്റ്, blood pressure, cholesterol, and eye exams. ഓക്കെ, ഇതാണ് സ്ക്രീനിങ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ കയറ്റുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, 4ാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമ്മൾക്ക് മെഡിക്കേഷൻസ് അദ്ദേഹം തരുമോ അല്ലെ? മെഡിക്കേഷൻസ് മാത്രമാണോ നമ്മൾക്ക് തരുന്നത്? അത് മാത്രമല്ല അല്ലെ, നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റാതെ വരും. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചില എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഫോളോ അപ്പ് കെയറിൽ വരുന്നത്. അതുകൂടാതെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡിസ്ചാർജിന് ശേഷം ഡിസ്ചാർജ് സമ്മറി ഉണ്ടല്ലോ, നമുക്കൊരു കാർഡ് തരുമല്ലോ എവിടെ നിന്ന് വരുമ്പോ. ആ ഒരു കാർഡിൽ എന്തുണ്ടാവും, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ ഉണ്ടാകും അല്ലെ, മീൽ പ്ലാൻ ഉണ്ടാകും. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട എക്സസൈസുകൾ ഉണ്ടാകും. നമ്മുടെ ജീവിതശൈലി മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ ഒക്കെ എന്താണ് ഡയഗ്നോസ്, അല്ലെങ്കിൽ എന്താണ് ഷുഗർ ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് വന്നിട്ട് തല കറങ്ങി വീഴുന്ന, അല്ലെങ്കിൽ പ്രഷർ ഒക്കെ കൂടിയിട്ട് തല കറങ്ങി വീഴുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുകയും പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ അന്ന് വരെ പിന്തുടരുന്ന രീതി ആയിരിക്കില്ല, ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഈ OPD നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ആരോഗ്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അതായത് രോഗത്തെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള അറിവ്, രോഗം വരാതിരിക്കാനായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, OPD നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം മഴക്കാലമാണ് അല്ലെ, ധാരാളം രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ജോണ്ടിസ് പോലുള്ള, ഡെങ്കു പോലുള്ള, അല്ലെങ്കിൽ എലിപ്പനി പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിലെ OPD ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനു വേണ്ടിയുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ എന്തൊക്കെയാണ്, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് തരുന്നത്. അപ്പോ എന്താ പറയുക, അതായത് പ്രോത്സാഹിപ്പിക്കുക, അതായത് എഡ്യൂക്കേഷൻ, ആളുകൾക്ക് അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അതായത് രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുക. എന്തെങ്കിലും രോഗം വരുന്നു, അതായത് രോഗം വന്നിട്ടല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചികിത്സിക്കേണ്ടത് അല്ലെ, രോഗം വരാതെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, അങ്ങനെയുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, OPD നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ. ഇപ്പൊ പല ഹോസ്പിറ്റലൊക്കെ നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, പല പോസ്റ്ററുകളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് ഇന്ന രോഗത്തിൽ എലിപ്പനിയെ ചെറുക്കാം, എലിപ്പനി പിടിപെട്ടാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെങ്കു വരാതിരിക്കാൻ, ഡെങ്കിപ്പനി പിടിപെടാതിരിക്കാൻ നമ്മൾ എന്ത് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും, ഹോസ്പിറ്റലിന്റെ ഭിത്തിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്ന സർവീസുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് OPD ആദ്യം വരുന്നത് ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റിഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള രോഗനിർണയം നടത്തി അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് രോഗശാന്തി നൽകി അദ്ദേഹത്തെ എന്ത് ചെയ്യുക, പഴയ അവസ്ഥയിലാക്കുക എന്നുള്ളത് OPDയുടെ ഫങ്ഷൻസിൽ വരുന്ന ഒന്നാണ്. രണ്ടാമത്തത് നല്ല രീതിയിലുള്ള ഒരു ചികിത്സ അദ്ദേഹത്തിന് നൽകുക എന്നുള്ളത്. മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും റെഗുലർ ഫിസിക്കൽ എക്സാമിനത്തിൽ വരുന്നത് BP വരാം, BP
പി ചെക്കിങ് വരാം, അതുപോലെ ബോഡി വെയ്റ്റ് ചെക്കിങ് വരാം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്? ഈ ഒരു സ്ക്രീനിങ്ങിലാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങൾ. നമ്മൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യുക, പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, വിശദീകരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആളുകൾക്ക് എന്ത് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് OPD വരുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. അതായത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ ആദ്യം വരുന്നത് വെൽ ബേബി ക്ലിനിക്സ് ആണ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ OPDയുടെ ഭാഗമായിട്ട് ബേബി ക്ലിനിക്സുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, വാക്സിൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ഒരു എന്തുണ്ടാവും, ഒരു ക്ലിനിക്ക് പോലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? വെൽ ബേബി ക്ലിനിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് കേട്ടോ. അതായത് രോഗത്തെ കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കാൻ, അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള നടപടികളാണെന്ത്? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് വെൽ ബേബി ക്ലിനിക്സ്. ഓക്കെ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ANC, മാരേജ് കൗൺസിലിംഗ് ആൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ ക്ലിനിക് ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക ANC. ഞാൻ പറയാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. വാട്ട് ഈസ് മീൻ ബൈ ANC? ANCനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ANC എന്ന് എഴുതാം, ആന്റിനേറ്റൽ ക്ലിനിക് കേട്ടോ. ANTE, ആന്റിനേറ്റൽ, NATAL, ആന്റിനേറ്റൽ ക്ലിനിക്. അതാണ് ANC. ഓക്കെ, ആന്റിനേറ്റൽ ക്ലിനിക് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം. ഓക്കെ, എഴുതിക്കോളൂ. ടു അസസ് the overall health of to assess the overall health of നിങ്ങൾക്ക് ആർക്കെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അല്ലേ, ക്ലിയർ ആവാത്തതുണ്ടോ? വോയിസ് ബ്രേക്കിംഗ് വരുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ. ഇപ്പൊ ബ്രേക്ക് ആവെന്ന് പറയുന്ന ആള് ഒന്ന് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ജോയിൻ ചെയ്യാ കേട്ടോ. To assess the overall health of both the mother and the growing baby. To assess the overall health of both the mother and the growing baby. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയുള്ള സ്ക്രീനിങ് ആണ് ഇവിടെ നടത്തുന്നത്, ആന്റിനേറ്റൽ ക്ലിനിക്കിൽ നടത്തുന്നത്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു അമ്മയ്ക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനും വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ആണ് ആന്റിനേറ്റൽ ക്ലിനിക്കിലൂടെ നടത്തുന്നത്. ബേബിയുടെ, അതായത് കുഞ്ഞിന്റെ ശരിയായിട്ടുള്ള വളർച്ച, അവരുടെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് എന്താ പറയാ, ഒബ്സർവ് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാരേജ് കൗൺസിലിംഗ്. മാരേജ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ വിവാഹത്തോടനുബന്ധിച്ച് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സൈക്യാട്രി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അതായത് പ്രത്യേകതരം ആളുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ എന്താണ് ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കൗൺസിലിംഗ്, അതായത് ഇങ്ങനെയുള്ള ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ എന്താ പറയാ, മാരേജ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പ്രതിശ്രുത വരൻ വധു അവർക്കൊക്കെ എന്താണ് ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്,
ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാൻഡ് പാരന്റ്ഹുഡ്, അതായത് അച്ഛനമ്മമാരാകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലവരും എന്ത് ചെയ്യുന്നത്, ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യുമല്ലോ, നേരത്തെ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാരിയിങ് ആവുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോ ആ നേരത്തെ തന്നെ പാരന്റ്ഹുഡ്, അതായത് ആ ഒരു എന്താണ് ആ ഒരു പാരന്റ്ഹുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഒപിഡിയുടെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, മൂന്നാമത്തത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നിങ്ങളുടെയൊക്കെ സ്കൂളിൽ, അതായത് നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും, നമ്മുടെ അടുത്ത് പറയും, ഇന്ന് കണ്ണ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അമ്മേ, കണ്ണ് ടെസ്റ്റ് ചെയ്തു, അപ്പോ ടീച്ചർ വന്ന് വിളിക്കാനായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാണ് വന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ടീച്ചറെ നേരിട്ട് വിളിക്കുമ്പോൾ പറയും, ഇന്നിവിടെ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണ് ടെസ്റ്റ് ചെയ്തു, അപ്പൊ കുഞ്ഞിന് നേരിയ വിഷൻ പ്രോബ്ലം ഉണ്ട്, കണ്ണട വെക്കാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഐ ക്ലിനിക്കില് കാണിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഒബിസിറ്റി ഉള്ള കുട്ടികളുണ്ട്, ഭയങ്കരമായിട്ട് ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് കുറക്കാനും അവരുടെ ആ ഒരു എന്താ പറയാ വളർച്ചയെ അത് ബാധിക്കാതിരിക്കാനുമുള്ള കാര്യങ്ങള് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സ്കൂളും ഹോസ്പിറ്റലും തമ്മിൽ ടൈപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഉണ്ട്. അതായത് സ്കൂളുകളിൽ പോയിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്തിന്റെ ഭാഗമായിട്ടാണ്, ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് സാംക്രമിക രോഗങ്ങളെ, അതായത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, OPD നമുക്ക് തരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ കൊറോണ പോലുള്ള രോഗം അല്ലെങ്കിൽ നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ OPD ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Next, early diagnosis and detection of chronic disease like cancer, TB, etc. അതായത് നേരത്തെയുള്ള രോഗങ്ങള് അല്ലെങ്കിൽ എന്താ, അതായത് ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ക്ഷയം പോലുള്ള TB പോലുള്ള രോഗങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, OPD നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, and last one, health education and nutritional advice, rehabilitation, prevention of disabilities and handicap. Okay, അതായത് ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു, അതായത് ന്യൂട്രീഷൻസ്, ശരിയായ പോഷകാഹാരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും, മീൻസ് അവരോട് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും, അതുപോലെ തന്നെ വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് നേരായ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, OPD നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു വെൽ ബേബി ക്ലിനിക്സ്, രണ്ടാമത്തത് ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര, മൂന്നാമത്തത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്, നാലാമത്തത് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, 5 early diagnosis and detection of chronic disease like cancer, TB, etc. Last one, health education and nutritional advice, rehabilitation and prevention of disabilities and handicap. Okay, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതൊക്കെ ജസ്റ്റ് വായിച്ചു മാത്രം പോയാൽ കേട്ടോ. ഫങ്ഷൻസ് അതുപോലെ തന്നെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് അത്രയധികം ഇമ്പോർട്ടന്റ് വരുന്നില്ല. കാരണം എന്താ, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഇതിനകത്തധികം വരില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാ, വായിച്ചു മാത്രം എന്ത് ചെയ്യാ പോകും. ഓക്കെ, ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, അത് വരാം. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് OPD. ജസ്റ്റ് നിങ്ങൾ ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചേ, എന്താണ് ടൈപ്സ് ഓഫ് OPD based on type of patient. Okay, just 2 minutes ഒന്ന് വായിക്കാം.
ഓക്കെ, അത് ഞാൻ വായിക്കാം, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Types of OPD, 2 types of OP services. First one is centralized outpatient services. All services are provided in a concise area which includes all diagnostic and therapeutic facilities are being provided in same place. Second one, decentralized outpatient services. Services are provided in respective departments. Okay. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. അതായത് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടേക്ക് എൻ്റർ ആയി. ഇവിടേക്ക് എൻ്റർ ആവുമ്പോൾ മെയിൻ തന്നെ എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു റിസപ്ഷൻ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ തലേ ദിവസമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾക്ക് ആ ഒരു ടൈം പറയും അല്ലെ, നമ്മൾ എപ്പോഴാണ് ചെല്ലേണ്ടത്. പിന്നെ പറ്റുമെങ്കിൽ എന്ത് പറയും അവര്, നമ്മുടെ ആ ഒരു ബുക്കിംഗ് നമ്പർ എത്രയാണെന്നും കൂടി പറയും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ചു പേര് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവരോടാണ് നമ്മൾ ചോദിക്കുന്നത്, ഡോക്ടർ ഇരിക്കുന്നുണ്ടോ, ഇപ്പൊ എത്രാമത്തെ നമ്പറായി, അല്ലെങ്കിൽ എന്താ പറയാ, എവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത്, ആ ഒരു ഏരിയ എവിടെയാണെന്നൊക്കെയാണ് എന്ത് നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു ഏരിയ ആണത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇപ്പൊ എല്ലാത്തരം രോഗികളും ആദ്യം വരുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് രോഗികൾ എങ്ങോട്ട് പോകുന്നത്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിലോട്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞാല് വ്യത്യസ്ത തരം ഒപികൾ നമുക്ക് അവിടെ കാണാം, ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ കാണാം. ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചെല്ലുന്നത് ഈ ഒരു സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസിലാണ്. എനിക്ക് ആദ്യം അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നിങ്ങളുടെ ഡോക്ടർ ഇരിക്കുന്നത്, ഇന്ന സമയമാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ്. ഇപ്പൊ എനിക്ക് കണ്ണിന്റെ ഒരു പ്രോബ്ലം ആണുള്ളതെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടാ പോവേണ്ടത്, എനിക്ക് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണല്ലേ പോകേണ്ടത്. ഇനി എന്റെ പുറകിൽ വേറൊരാൾ വന്ന് നിൽക്കുന്നുണ്ട്, അയാൾക്ക് പോകേണ്ടത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ അയാളെ എങ്ങോട്ടും കൊണ്ടുപോവുക ചെയ്യുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ടുള്ള ഒരു OP ഉണ്ടാകും. അതിന് പുറമെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട്, ഇപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണുള്ളതെങ്കിൽ നേരെ എങ്ങോട്ട് പോകണം, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് പ്രവർത്തിക്കുന്നുണ്ട്, ഒഫ്താൽമോളജി എന്താ പറയാ OP പ്രവർത്തിക്കുന്നുണ്ട്, OPD പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഓർത്തോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, OPD പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സ്റ്റാഫുകളുണ്ട്. അവിടെ ചെന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. മറ്റേ ആദ്യം ഞാൻ പറഞ്ഞു സെൻട്രലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഏരിയയാണ് സെൻട്രലൈസർ എന്ന് പറയുന്നത്. എല്ലാത്തരം സർവീസുകളും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇനി ഡീസെൻട്രലൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണോ കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രം എന്ത് പ്രവർത്തിക്കുന്നുണ്ട്, OP പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഗൈനക്കോപ്പിയുടെ ഇതായിരിക്കില്ല ഓർത്തോ OPക്കുള്ളത്, ഓർത്തോപ്പിയുടെ ഇതായിരിക്കില്ല ഒഫ്താൽമോളജി OPക്കുള്ളത്. അങ്ങനെ പല എന്ത് ചെയ്യുന്നുണ്ട്, OPകൾ അവിടെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. അതായത് നമുക്ക് പേഷ്യന്റിനെ പല രീതിയിൽ എന്ത് ചെയ്യാം, തരംതിരിക്കാം. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ്. ഓക്കെ, എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് നോക്കാം. ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ടഡ് ഡയറക്ട്ലി ടു OPD. ഓക്കെ, അതായത് നേരിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ OPയിലേക്ക് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പോ സാധാരണ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഒരു ചുമയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവാ, നേരിട്ട് ഹോസ്പിറ്റലിൽ OP ചെല്ലും അല്ലെ. നമ്മൾ നേരിട്ട് അവിടെ OP ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എമർജൻസി പേഷ്യൻസ് അല്ല, പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അടിയന്തരമായിട്ട് ചികിത്സ ആവശ്യമുള്ള പേഷ്യൻസ് അല്ല എന്ത്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, നോർമലി എന്താണ് എല്ലാത്തരം രോഗങ്ങൾക്കും എന്താണ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ പോകുന്നത് ആരായിട്ടാണ് പോകുന്നത്? ജനറൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് തന്നെയാണ് രോഗികളുടെ ചെല്ലുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ്. A person given emergency medical care for a condition. അതായത് ഒരു പേഴ്സണ് എന്ത് വേണം? എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കേണ്ട അത്യാവശ്യം അല്ലെങ്കിൽ ആ ഒരു എമർജൻസി വരുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ്. ഓക്കെ, അതായത് എത്രയും പെട്ടെന്ന് അയാൾക്ക് അടിയന്തരമായിട്ട് എന്ത് കൊടുക്കണം? നമ്മള് ചികിത്സ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എത്രയും പെട്ടെന്ന് അയാൾക്ക് നമ്മൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എന്ത് പറയുന്നത്? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമുള്ള രോഗികളെ നമ്മൾ എന്ത് പറയുന്നു? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് നോക്കാം. A patient referred to OPD by his practitioner for specific treatment. Okay, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ചുമയുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? നെഞ്ചുവേദനയുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഒരു ഫിസീഷ്യനെ കാണുന്നു. ഫിസീഷ്യൻ എന്നെ എക്സാമിൻ ചെയ്തിട്ട് പറയുന്നു, താങ്കൾക്ക് എന്റെ ചികിത്സയല്ല വേണ്ടത്, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടറുടെ ചികിത്സയാണ് താങ്കൾക്ക് വേണ്ടതെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ ഡോക്ടർ തന്നെ എന്ത് ചെയ്യുന്നു? എന്നെ നേരെ സജസ്റ്റ് ചെയ്യുന്നു. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഡോക്ടർ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് എന്ത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിനോ നമ്മള് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡോക്ടറെ കാണുന്നു. അത് മറ്റൊരാളുടെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ അഡ്വൈസ് മൂലമാണ് നമ്മൾ അവരെ കാണുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? 3 തരത്തിലുള്ള പേഷ്യൻസിനെ പറഞ്ഞു കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ഈസ് മാനേജീരിയൽ കൺസിഡറേഷൻ ആണ് കേട്ടോ. മാനേജീരിയൽ കൺസിഡറേഷൻ അതായത് ഒരു ഒപിക്ക് വേണ്ട ചില കാര്യങ്ങൾ, ചില എന്താ പറയാ ചില ഘടനകളുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഒപി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. അതായത് ആദ്യത്തെ വരുന്നത് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പേഷ്യൻസുമായിട്ടും അവിടെ വരുന്ന വിസിറ്റേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ആളുകളുമായിട്ട് എന്ത് വേണം? നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം, അതുപോലെ ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഐ കോണ്ടാക്ട് ഒക്കെ എന്ത് ചെയ്യണം? നമ്മള് കീപ്പ് ചെയ്യണം. രണ്ടാമത്തേത് വാംത്ത് ആണ്. വാംത്ത് എന്ന് പറയുന്നത് ഊഷ്മളത. ഓക്കെ, അതായത് അവിടെയുള്ള എൻവയോൺമെന്റ് ആയാലും നമ്മൾ രോഗികളോട് പെരുമാറുന്ന ആ ഒരു രീതി ആയാലും എന്താണ്? നല്ല രീതിയിലൊരു എന്താ പറയാ ഊഷ്മളമായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തേത് റെസ്പെക്ട്. ഓക്കെ, അവിടെ വരുന്ന രോഗികളോടും അതുപോലെ തന്നെ അവിടെ വരുന്ന വിസിറ്റേഴ്സിനോടും നല്ല രീതിയിലുള്ള ഒരു ബഹുമാനം കീപ്പ് ചെയ്തുകൊണ്ട്, റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഒരാൾ നമ്മളോട് വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോ അപ്പൊ തന്നെ നമ്മൾ തട്ടിക്കേറി എന്ത് ചെയ്യാൻ പാടില്ല? ദേഷ്യത്തിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നല്ലോട് സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, അതിപ്പോ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ആളുകളോട് സംസാരിക്കാൻ, ഓക്കെ, ഇന്ററാക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് മിനിമം വെയിറ്റിംഗ്. അതായത് രോഗികളെ അധിക നേരം ഇരുത്തി നമ്മൾ മുഷിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതായത് രോഗികൾ വരുമ്പോ കുറെ നേരം ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നു, അതിനുശേഷം കുറെ നേരം ഫാർമസിയിൽ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തല്ല, അത്ര നല്ല കാര്യങ്ങളല്ല. മിനിമം വെയിറ്റിംഗ് ആയിരിക്കണം രോഗിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. മാക്സിമം വെയിറ്റിംഗ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലീനിനെസ്. അതായത് നല്ല രീതിയിലുള്ള വൃത്തി ഉണ്ടായിരിക്കണം. അതായത് നല്ല രീതിയിലുള്ള ശുചിത്വം അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മൾ. ഓക്കെ, അതായത് ഏതൊരു ഏരിയ, ഹോസ്പിറ്റലിന്റെ ഏതൊരു ഏരിയ ആണെങ്കിലും, അത് പ്രത്യേകിച്ച് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ രോഗികൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന ഒരു ഇടമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ
കീപ്പ് ചെയ്ത്, അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അവിടെ വരുന്ന ഹൗസ് കീപ്പിംഗിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ വൃത്തിയാക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും OPD വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഗുഡ് ആംബിയൻസ്, നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ള ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ടോ? ഭയങ്കര സൈലന്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതായത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുക. അത് കീപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഏരിയ അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ രോഗികൾക്ക് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെ, ധാരാളം മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണല്ലേ ഇവര് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പേഷ്യന്റ് ഹിയറിംഗ് ആണ്. ഓക്കെ, അതായത് വരുന്ന രോഗികളെ കേൾക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് രോഗികൾ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു രോഗിയാണെങ്കിൽ എന്റെ കണ്ടീഷൻ ആയിരിക്കില്ല മറ്റൊരു രോഗിക്ക് ഉണ്ടാവുക. ഓക്കെ, അതായത് രോഗം വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ മാത്രമല്ല നമ്മുടെ മെന്റൽ കണ്ടീഷൻ കൂടി വീക്ക് ആവും അല്ലെ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും, ആളുകളോട് നമ്മൾ തട്ടിക്കയറും, ഭയങ്കര ധൃതിയായിരിക്കും നമ്മൾക്ക് അല്ലെ. ഡോക്ടറെ കാണാനും മരുന്ന് മേടിക്കാനും പെട്ടെന്ന് വീട്ടിൽ പോകാനൊക്കെ എന്താണ് ഭയങ്കര ധൃതിയായിരിക്കുള്ളൂ. അപ്പൊ ഭയങ്കര ചൂടൊക്കെ ആയിട്ടായിരിക്കും, ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും അവിടെ ഉള്ള സ്റ്റാഫുകളോട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതേപോലെയുള്ള ഒരു സംസാരമാണ് അവിടെയുള്ള സ്റ്റാഫുകൾ കൊടുക്കുന്നതെങ്കിലോ അത് നമ്മൾ മാച്ച് ആവില്ല അല്ലെ. കാരണം അങ്ങനെ ഹോസ്പിറ്റലിന്റെ പേരിനെ തന്നെ അത് ബാധിക്കും. അപ്പോ പേഷ്യന്റ് എന്താണ് പറയാനുള്ളത്, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് എന്ത് ചെയ്യണം, നമ്മള് നന്നായിട്ട് എന്ത് ചെയ്യണം, ഹിയർ ചെയ്യണം, അവരെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെന്റിലേഷൻ ആണ് കേട്ടോ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് വായു സഞ്ചാരമുള്ള ഒരു ഏരിയ ആയിരിക്കണം എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈ നമുക്കറിയാം, അതായത് വെള്ളം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അത് രോഗി കുടിക്കുന്നത് മുതൽ അവരെ അവിടെ ക്ലീൻ ചെയ്യാൻ വരെ എന്ത് ഉപയോഗിക്കണം, വെള്ളം, വാട്ടർ വേണം അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് OPD ടൈമിങ്സ് ആണ്. അതായത് രോഗികൾക്ക് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം എപ്പോഴാണ് OPD ടൈം, എത്ര മണിക്കാണ് ഡോക്ടേഴ്സ് വരുന്നത്, എപ്പോഴാണ് OP എന്താ പറയാ ക്ലോസ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവയർനെസ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻ, വാംത്ത്, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ്, ക്ലീൻലിനെസ്, ഗുഡ് ആംബിയൻസ്, ക്യാൻറ്റീൻ, പേഷ്യന്റ് ഹിയറിംഗ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് OPD ടൈമിങ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം OPD പ്രോസസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമാണ്, വിശദീകരിച്ച് തരാം എങ്ങനെയാണെന്ന് കേട്ടോ. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങള് കേട്ടിരിക്കുക, ഇടയ്ക്ക് വെച്ച് ലീവ് ചെയ്താല് ഇതിന്റെ ബാലൻസ് തുടർച്ച നഷ്ടപ്പെടും. അതുകൊണ്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവര് മാക്സിമം എന്ത് ചെയ്യുക, അതിനകത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, ആരും ദയവേത് പോവാതിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ OPD പ്രോസസ്സിന്റെ എന്താ പറയാ ഒരു OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രക്രിയ എങ്ങനെയാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് മുതൽ അവിടെ നിന്ന് ഡിപ്പാർച്ചർ ആകുന്നത് വരെയുള്ള ചില ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് അറൈവിംഗ് അറ്റ് OPD. ഓക്കെ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചെല്ലുന്നു. അവിടെ നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ നേരെ കാണുന്ന ഒരു ഏരിയയാണ് റിസപ്ഷൻ ഏരിയ. ഓക്കെ, റിസപ്ഷൻ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്, ഏജ്, ഫോൺ നമ്പർ, കാണേണ്ട ഡോക്ടർമാരുടെ വിവരങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫോമിലാക്കിയിട്ട്, ഒരു ഫോം നമുക്ക് തരുമല്ലോ റിസപ്ഷനിൽ നിന്ന്, ആ ഫോമിൽ ഫിൽ ചെയ്തിട്ട് അവർക്കത് കൊടുക്കുന്നു. അവരത് നേരെ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നു. തുടർന്ന് നമുക്കൊരു ഫയൽ എടുത്ത് തരുന്നു. ഓക്കെ, ഇപ്പൊ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ OPD ചെല്ലുന്നു, റിസപ്ഷൻ ഏരിയയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് നമ്മൾ
രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്ട്രേഷന് ശേഷം അവര് നമുക്ക് എന്ത് തരും? ഒരു ടോക്കൺ നമ്പർ നമുക്ക് തരും. ഓക്കെ, ഈ ടോക്കൺ നമ്പറുമായിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നേ? വെയിറ്റിംഗ് റൂമിലേക്ക് പോകുന്നു. വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് മുമ്പിലെ ഏരിയ അല്ലെ. ആ വെയിറ്റിംഗ് റൂമിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചു നേരം ഇരിക്കുന്നു. ഓക്കെ, ഇനി ആ ടോക്കൺ നമ്പർ അനുസരിച്ച് നമ്മുടെ ടോക്കൺ നമ്പർ ആയി കഴിഞ്ഞാല് ഡോക്ടറുടെ സഹായി അല്ലെ, ഡോക്ടർ എല്ലാം വിളിക്കുക, ഡോക്ടറെ കൂടെ നിൽക്കുന്ന ആ ഒരു സഹായി എന്ത് ചെയ്യും? നമ്മളെ വിളിക്കുക അല്ലെ. വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും. ഇത്രയും വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും വരെ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഡോക്ടറോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കമന്റ് ചെയ്തേ, എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ്? ഇൻവെസ്റ്റിഗേഷൻസ് എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? അതായത് രണ്ട് തരത്തിലുള്ള രോഗികളാണ് ഉള്ളത്. ചില രോഗികൾക്ക് നേരിട്ട് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അതായത് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു പനിയോ എന്തെങ്കിലും ബാക്ടീരിയൽ ആയിട്ടുള്ള പനിയോ അല്ലെങ്കിൽ എന്താ പറയാ ജലദോഷമോ തുമ്മൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അവര് നേരിട്ട് എന്ത് ചെയ്യും? ഡോക്ടറെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവര് നേരിട്ട് എന്ത് ചെയ്യും? അവര് നമുക്ക് മരുന്നുകൾ എഴുതി തരും അല്ലെ. ഇനി ചില രോഗികൾക്കാണെങ്കിൽ ഫർദർ ടെസ്റ്റിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ചിലപ്പോ കൗണ്ട് നോക്കാനോ അല്ലെങ്കിൽ ESR റേഞ്ച് അത് എത്രയാണെന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള രോഗികളെ നേരെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷനിലേക്ക് വിടും അല്ലെ, ലബോറട്ടറിയിൽ അല്ലെ. അങ്ങനെയുള്ള രോഗികൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നേരെ ലബോറട്ടറിയിലേക്ക് പോകുന്നു. ലബോറട്ടറിയിൽ പോയി ടെസ്റ്റുകൾ ചെയ്ത് അതിന്റെ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. അതിനുശേഷം ആ ടെസ്റ്റുകളുടെ ബേസില് ഡോക്ടർ എന്ത് ചെയ്യുന്നു? രോഗിക്ക് മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നു. ഓക്കെ, മരുന്നുകൾ കുറിച്ചു കൊടുത്തതിന് ശേഷം രോഗി എങ്ങോട്ടാ പോകുന്നേ? നേരെ ഫാർമസിയിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്? ഇഷ്യൂൻസ് ഓഫ് മെഡ്സിറ്റ് അല്ലെ, പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടി. നമ്മൾ നേരെ എങ്ങോട്ട് പോകും? ഫാർമസിയിലേക്ക് പോകും. ഫാർമസിയിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു ടോക്കൺ നമ്പർ തരും അല്ലെ. ആ ടോക്കൺ നമ്പറുമായിട്ട് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫാർമസിയിലെ ആ ഒരു ഫാർമസിസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ മരുന്നുകൾ തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് രണ്ട് തരത്തിലുള്ള രോഗികളുണ്ട്. ചില രോഗികൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ട് അപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് എന്ത് ചെയ്യാം? പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് ഫാർമസിയിലോട്ട് പോകാം. അതാണ് ആ നേരെയുള്ള ക്രമം എന്ന് പറയുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡ് ആ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നത് ചില രോഗികൾക്ക് ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിൽ അവർക്ക് ഈ ഒരു ടെസ്റ്റുകൾ നടത്തിയ ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടിട്ടാണ് എന്ത് കൊടുക്കുന്നത്? മരുന്നിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പോ ഒന്നും കൂടി പറയാം. OPDയിലേക്ക് ചെല്ലുന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, അവിടെ നിന്ന് ടോക്കൺ നമ്പർ തരുന്നു, വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു രോഗമാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യുന്നു? നേരിട്ട് പ്രിസ്ക്രിപ്ഷൻ തരുന്നു. നമ്മൾ ഫാർമസിയിലേക്ക് പോകുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്നു. ടോക്കൺ നമ്പർ അനുസരിച്ചിട്ട് അവിടെ നമ്മൾ മെഡിക്കേഷൻസ് കളക്ട് ചെയ്യുന്നു, നമ്മൾ പുറത്തേക്ക് പോകും. ഇനി ഫർദർ ടെസ്റ്റുകൾ ആവശ്യമുള്ള രോഗികളാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ബ്ലഡ് ടെസ്റ്റിനോ എക്സ്റേക്കോ MRIക്കോ നമ്മൾ പുറത്തു പോകുന്നു. അതിന്റെ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരുന്നത്. ഓക്കെ, അതിനുശേഷം ഫാർമസിയിലേക്ക് പോകുന്നു, മെഡിക്കേഷൻസ് എടുക്കുന്നു, ദെൻ ലെഫ്റ്റ് ആകും. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഞാനിപ്പോ ഇത്രയും മാത്രമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇനി ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൈപ്സ് ഓഫ് OPD ഒന്ന് പറയോ? ടൈപ്സ് ഓഫ് OPD മോളെ രണ്ട് തരത്തിലുള്ള ഒരു OPD ആണുള്ളത്. ഇപ്പൊ മോള് ഹോസ്പിറ്റലുകളിൽ പോവാറില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്വാതി ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ മെയിൻ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു OPD ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ നേരെ ശരിയായ ഡോക്ടറെ അടുത്ത് എത്തിക്കാനൊക്കെ എന്താണ് ആളുകള് ധാരാളമായിട്ട് എന്തുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പോകേണ്ട ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ മോൾക്ക് പോകേണ്ടത് ഐയുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, ഐ അതായത് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മോൾക്ക് പോകേണ്ടതെങ്കിൽ അവിടെ അതിനുവേണ്ടി പ്രത്യേകം ഒരു ഒ പി പ്രവർത്തിക്കുന്നുണ്ടാവും, അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും. അവരാണ് നമുക്ക് നമ്മുടെ ഫയൽ എടുത്ത് തരുന്നതും നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഇനി നെക്സ്റ്റ് മിസ്, ഈ എക്യുപ്മെന്റ് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതില് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗനിർണയല്ലേ? അപ്പൊ ആ തെറാപ്യൂട്ടിക്കില് വരുന്ന ലാരിംഗോസ്കോപ്പും ബ്രോങ്കോസ്കോപ്പും ഒക്കെ അതില് വരൂലേ? ചികിത്സാ സംബന്ധമായിട്ടുള്ളതാണ് കേട്ടോ, ചികിത്സാ സംബന്ധമായിട്ടുള്ളതാണ്. ലാറിംഗ് നെബുലൈസർ ആണെങ്കിലും എന്താണ്, ഒരു ശ്വാസമുട്ട് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാറിംഗോസ്കോപ്പും ബ്രോങ്കോസ്കോപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല, ഉള്ളിൽ എന്താണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ ട്രീറ്റ്മെന്റിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ മാം. ബ്രോങ്കോസ്കോപ്പ്, ഒരു കുശാല് ബ്രോങ്കോസ്കോപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും ഉണ്ടായില്ലേ മോളെ? ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, ആ ശ്വാസകോശത്തില് വായു അറകളുണ്ട്. അതിനെയാണ് എയർവേ എന്ന് പറയുന്നത്. ഈ എയർവേയിലേക്ക് ഒരു ട്യൂബ് കടത്തി വിടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് ട്യൂബ് കടത്തി വിടുന്നേ? അതായത് നമ്മുടെ ശ്വാസകോശത്തില് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻസിന്റെ അളവ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താ ട്രാക്കിയോസ്റ്റോമി? ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞാല് ദീർഘകാലം വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾക്കാണ് നമ്മൾ ട്രക്യോസ്റ്റമി ചെയ്യുന്നത്. അതായത് നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ട്രക്കിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിൽ എന്ത് ചെയ്യും, ഒരു ഹോൾ ഇടും. ആ ഹോളിൽ കൂടി ഒരു വിൻഡ് പൈപ്പ്, ഒരു പൈപ്പ് എന്ത് ചെയ്യും, അകത്തേക്ക് കടത്തും. അകത്തേക്ക് കടത്തിയിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നതാണ് എന്ത്, ട്രക്യോസ്റ്റമി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നിങ്ങൾ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളൊക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലും മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവർക്ക് നിങ്ങൾ ആ ഒരു ഇതിൽ കണ്ടാൽ അറിയാൻ പറ്റും, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു പൈപ്പ് ഇടുന്നത്. അതിലേക്ക് കൂടിയാണ് എന്ത് കൊടുക്കുന്നത്, ഓക്സിജൻ സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലാരിംഗോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ തൊണ്ടയുടെ ഉള്ളില്, നമ്മുടെ വോക്കൽ കോഡിനുള്ളിൽ എന്തെങ്കിലും നൊഡ്യൂൾസ്, ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും മുഴകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ നമ്മൾ തൈറോയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് സ്ത്രീകൾക്ക് കൂടുതലായിട്ടൊക്കെ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ കാണുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം, അതായത് ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് വീർത്ത് വന്നിരിക്കും. തൈറോയ്ഡ് ടെസ്റ്റ് ആണ്, ബ്ലഡ് ടെസ്റ്റ് ആണ് സാധാരണ ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഇനി അതെല്ലാം അസ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് വീർത്ത് വരുന്ന ഒരു ഇതാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, സ്കാനൊക്കെ ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അതായത് ആ ഒരു പ്രത്യേക നമുക്കറിയാൻ പറ്റും, എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ, നൊഡ്യൂൾസ് എന്തെങ്കിലും അല്ലെങ്കിൽ തൈറോയിഡില് എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കാനിൽ നമ്മൾക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു വീഡിയോ സ്ക്രീനിലൂടെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡോക്ടർ നമ്മൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നെബുലൈസർ ഞാൻ പറഞ്ഞു. നമ്മൾക്കിപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ, ശ്വാസം മുട്ടൊക്കെ വരുവാണെങ്കിൽ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. നമുക്കൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട്, ശ്വാസം മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അതിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, നെബുലൈസർ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അൺസ്ക്രീനിങ് പറഞ്ഞില്ലേ? എന്താ അൺസ്ക്രീനിങ് പറഞ്ഞില്ലേ? എന്റെ നോട്ട് അടിയിൽ ഒന്ന് വിട്ടുപോയായിരുന്നു, ഒന്ന് പറഞ്ഞു തരുമോ? ഏതായിരുന്നു? അൺസ്ക്രീനിങ്, ഫങ്ഷൻസ് ഓഫ് OPD. സ്ക്രീനിങ്ങോ? അതെ അതെ, എന്റെ നോട്ട് ഒന്ന് അടിയിൽ വിട്ടുപോയായിരുന്നു. റെഗുലർ ഫിസിക്കൽ എക്സാംസ് കേട്ടോ. റെഗുലർ ഫിസിക്കൽ എക്സാംസ് ആണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്.
അതിനകത്ത് ബോഡി വെയിറ്റ് വരും. ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ ബ്ലഡ് പ്രഷർ, പിന്നെ ഐ എക്സാംസ്, കൊളസ്ട്രോള്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. പറയോ? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്.